തീയതി കുറിച്ചു. ഇനി തെരഞ്ഞെടുപ്പ് യുദ്ധം മാത്രമാണുള്ളത്. ഏപ്രിൽ 9-നാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ഒരുപക്ഷെ കേരള രാഷ്ട്രീയം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത പോരാട്ടത്തിനാകും ഈയൊരു തെരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അതായത് 10 വർഷം കഴിഞ്ഞ് മറ്റൊരു തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കെ മൂന്നാം തവണയും അധികാരത്തിലേറിയേക്കൂ എന്ന സ്വപ്ന നേട്ടമല്ലാതെ മറ്റൊരാഗ്രഹവും LDFനെ സംബന്ധിച്ച് മുന്നിലില്ല. ഒരിക്കൽ കൂടി പ്രതിപക്ഷത്തിന് എത്തിയിരിക്കുകയെന്നത് ചിന്തിക്കാനാവില്ല. UDFന് ജീവൻ മരണ പോരാട്ടം നടത്തി ഭരണത്തിലെത്തുക എന്നത് മാത്രമാണ് ലക്ഷ്യമെന്ന് UDFും പറയുന്നു. ഇനി കേരള രാഷ്ട്രീയത്തിൽ നിർണായക സ്വാധീനമായിട്ട് മാറുമെന്ന് പറഞ്ഞ് BJPയും ആവനാഴിയിലെ ആയുധങ്ങളെല്ലാം പുറത്തെടുക്കുകയാണ്. സംസ്ഥാനം ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിന് ഇതിനു മുമ്പ് കണ്ടിട്ടേയില്ല. മൂന്നാം തവണയും ഭരണത്തിലേറി LDF ചരിത്രം കുറിക്കുമോ, അതോ ഈ പിണറായി വിജയന്റെ അജയ്യ യാത്ര തുടരുമോ, ക്യാപ്റ്റനെ വീഴ്ത്തി VD ചെക്ക് പറയുമോ, BJP മാജിക് സംഭവിക്കുമോ? ഇതാണ് കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. കേരളം അന്ന് വരെ കണ്ട രാഷ്ട്രീയ സമവാക്യങ്ങളെ എല്ലാം തിരുത്തിയാണ് ഇടതുമുന്നണി 2021 അധികാരത്തിലേക്ക് വരുന്നത്. ഭരണ കാലാവധി തികഞ്ഞ ശേഷം തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ അതേ സർക്കാർ തിരിച്ചെത്തുന്നത് കേരള ചരിത്രത്തിൽ തന്നെ ആദ്യമായിരുന്നു. അതും ചെറിയ ഒരു വിജയമായിരുന്നില്ല. 2016-ൽ 91 സീറ്റാണ് LDFന് ലഭിച്ചത് എങ്കിൽ 5 വർഷങ്ങൾക്കിപ്പുറം അത് 99ആയി വർദ്ധിച്ചു. UDFനാകട്ടെ ദയനീയമായ ഒരു പരാജയമായിരുന്നു. 41 സീറ്റിൽ ഒതുങ്ങി. BJPക്ക് സിറ്റിംഗ് സീറ്റ് നിലനിർത്താനുമായില്ല. 5 വർഷം ഭരിച്ച പിണറായി വിജയൻ സർക്കാരിനെതിരെ പ്രതിപക്ഷം ഉയർത്തിയ ആരോപണങ്ങളൊന്നും ഏശിയില്ല എന്ന് മാത്രമല്ല, ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കും ഇല്ലെങ്കിൽ പ്രളയ ദുരിതാശ്വാസത്തിലും കോവിഡ് പ്രതിരോധത്തിലും സർക്കാർ കാട്ടിയ മികവും ജനം കൈകൊടുത്തു. അതോടെ ചരിത്രം കുറിച്ച് ഇടതുമുന്നണി തുടർ ഭരണത്തിലേക്ക് മാറി. ഈ വിവാദ ശരങ്ങളിൽ ഭരണപക്ഷ പ്രതിപക്ഷ മുന്നണികൾ പോർമുഖം തുറന്ന് 5 വർഷങ്ങൾക്കാണ് പിന്നീട് കേരളം സാക്ഷിയായത്. പ്രതിപക്ഷ നേതാവായി VD സതീശൻ UDFനെ നയിച്ചപ്പോൾ ക്യാപ്റ്റൻ താൻ തന്നെയാണെന്ന് പ്രഖ്യാപിച്ചാണ് ഒരർത്ഥത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നോട്ട് പോയത്. വിവാദങ്ങളുടെ കുത്തൊഴുക്കുകളെ വികസനം കൊണ്ട് തടഞ്ഞു നിർത്താനും പ്രതിരോധിച്ച് മറികടക്കാനും ഇടതുമുന്നണി ആവുന്നത്ര മുന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും ആവനാഴിയിലെ അസ്ത്രങ്ങളെല്ലാം പയറ്റി UDFും വിട്ടുകൊടുക്കാതെ BJPയും സാന്നിധ്യം ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതോടെ കഴിഞ്ഞ 5 ആണ്ട് രാഷ്ട്രീയ കേരളം തിളച്ചു പറഞ്ഞു. തെരഞ്ഞെടുപ്പ് തീയതി കൂടി പ്രഖ്യാപിക്കപ്പെട്ടതോടെ മുന്നണികളുടെ നെഞ്ചിടിപ്പേറുകയാണ്. 3 വർഷങ്ങൾക്കിപ്പുറം ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ വിവാദങ്ങൾ ബാധിക്കില്ല എന്ന വിശ്വാസത്തിലായിരുന്നു ഇടതുമുന്നണി. 2019-ലേറ്റ കനത്ത പരാജയത്തിൽ നിന്ന് കരകയറാനാകുമെന്ന് LDF കണക്കുകൂട്ടി. മാത്രമല്ല, ഏത് വിധേനയും സീറ്റുകൾ തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തിൽ മാത്രമാണ് ഈ ഗോദയിലേക്ക് മുന്നണികൾ ഇറങ്ങുന്നത്. 2 ജില്ലാ സെക്രട്ടറിമാരെ തന്നെ CPM ഈ പോരിനിറക്കിയിട്ടുണ്ട്. കാസർഗോഡ് MV ബാലകൃഷ്ണനെയും കണ്ണൂരിൽ MV ജയരാജനെയും സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ വടകരയിൽ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള KK ശൈലജയാണ് ഇറക്കിയിരിക്കുന്നത്. തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ കാലാവസ്ഥയാണെന്ന് കണക്കുകൂട്ടി അരയും തലയും മുറുക്കിയുള്ള പ്രചാരണവും നടത്തിയിരിക്കുകയാണ്. എന്നാൽ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി നിലം തൊട്ടിട്ടില്ല. 2019-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് CPMന് മുന്നിൽ ഒട്ടേറെ കാരണങ്ങൾ ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രിയാകുമെന്ന പ്രചാരണവുമായിട്ട് വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ മത്സരം, ശബരിമലയിലെ സ്ത്രീ പ്രവേശന വിവാദം, ഈ പെരിയ ഇരട്ടക്കൊല എന്നിവയാണ് ഇവയിൽ മുഴച്ചു നിന്നിരുന്നത്. എന്തായാലും ഇക്കുറി ഇത്തരം വിഷയങ്ങൾ പ്രതിഫലിക്കില്ല എന്നും സാഹചര്യം അനുകൂലമാകുമെന്നും കരുതിയ ഇടതുമുന്നണിക്ക് തെറ്റി. 2019-ന് സമാനമായിട്ടുള്ള ഒരു സീറ്റാണ് കിട്ടിയത്. അന്ന് ആലപ്പുഴയെങ്കിൽ ഇക്കുറി ആലത്തൂർ. അതായത് ശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം സംസ്ഥാനം ഒന്നടങ്കം ആഞ്ഞടിച്ചപ്പോൾ LDF പതറി. UDF ആകട്ടെ 18 സീറ്റുകളുമായിട്ട് വൻ വിജയമാണ് സ്വന്തമാക്കിയത്. സുരേഷ് ഗോപിയിലൂടെ സീറ്റ് തൃശൂർ പിടിച്ചെടുത്ത BJPയും രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ഞെട്ടിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ മുന്നിൽ നിന്ന് നയിച്ചിട്ടും LDFനേറ്റ പരാജയം ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് അതിശക്തമാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അതായത് സ്ഥാനാർത്ഥി നിർണയം മുതൽ പ്രചാരണത്തിന്റെ ഓരോ ഘട്ടത്തിലും പിണറായിയും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഉൾപ്പെടെയുള്ളവർ മുന്നിൽ നിന്ന് നയിച്ചിട്ടും വോട്ടർമാരെ ഒപ്പം നിർത്താനായില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യ കാര്യം. സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി എല്ലാ വിഭാഗം ജനങ്ങളെയും ബാധിച്ചു തുടങ്ങിയ ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഇതൊക്കെ വിലയിരുത്തി ശക്തമായിട്ടുള്ള
പ്രചാരണം ഇടതുമുന്നണി നടത്തി വന്നതാണ്. എന്നാൽ ഇത് ജനങ്ങൾ വിശ്വാസത്തിലെടുത്തില്ല എന്നതായിരുന്നു പിന്നീട് കാണാൻ സാധിച്ചത്. മാത്രമല്ല, ഈ ക്ഷേമ പെൻഷൻ മുടങ്ങിയത്, സർക്കാർ ജീവനക്കാർക്ക് ആനുകൂല്യം കുടിശ്ശികയായത്, വിലക്കയറ്റം, സപ്ലൈകോയിലടക്കം സബ്സിഡി സാധനങ്ങൾ കിട്ടാതായത്, വീട് നിർമ്മാണം അടക്കമുള്ള പെർമിറ്റ് ഫീസ് കൂട്ടിയത്, ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ സർക്കാരിനെതിരായിട്ട് എന്ന് വേണം മനസ്സിലാക്കാൻ പറ്റുന്നത്. കേന്ദ്രം സാമ്പത്തിക ഉപരോധം തീർക്കൂ എന്ന വിവാദമായിരുന്നു പ്രധാനമായിട്ട് LDF മുന്നോട്ട് വെച്ചത്. പക്ഷെ ഒന്നും LDF അനുകൂല വോട്ടായിട്ട് മാറിയില്ല. അതേസമയം തന്നെ നവകേരള സദസ്സ് എന്ന് പറയുന്നത് ഉണ്ടായി. അതായത് അതിനായി പ്രത്യേക ഒരു ബസ് എന്നിവയെല്ലാം സർക്കാരിനെതിരായിട്ടുള്ള ഒരു വികാരമായിട്ട് പിന്നീട് മാറി. ആരോപണങ്ങളോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും നിലപാടും തിരിച്ചടിയായിട്ടുണ്ട്. എന്തായാലും പൗരത്വ നിയമം വൈകാരികമായിട്ട് അവതരിപ്പിച്ചുള്ള പ്രചാരണ രീതിയായിരുന്നു മറ്റൊന്ന്. കൂടാതെ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ട് നടത്തിയ രാഷ്ട്രീയ നീക്കവും ഫലം കണ്ടില്ല. മാത്രമല്ല, ഒന്നാം പിണറായി സർക്കാരിനെ അപേക്ഷിച്ച് രണ്ടാം സർക്കാർ എത്രത്തോളം മികവ് പുലർത്തുന്നു എന്ന ചോദ്യം പ്രസക്തമായിട്ട് ആ സമയത്താണ് ഉയർന്നു വന്നത്. ഭൂരിപക്ഷം മന്ത്രിമാരുടെയും പ്രകടനം ശരാശരി രീതിയിലാണെന്നാണ് വിലയിരുത്തലുകൾ. ഒന്നാം സർക്കാരിന്റെ ഈ പെർഫോമൻസിനൊപ്പം തന്നെ രണ്ടാം സർക്കാരിനെ വിലയിരുത്തുമ്പോൾ കിട്ടുന്ന മാർക്ക് കുറവാണെന്നാണ് ജനവിധി അടിവരയിടുന്നത്. എന്തായാലും നവകേരള സദസ്സിന്റെ ഘട്ടത്തിലുണ്ടായ പ്രതിപക്ഷ പ്രതിഷേധത്തെ പോലീസ് നേരിട്ട രീതിയും ജനങ്ങളെ സർക്കാരിനെ എതിരെയാക്കുന്ന രീതിയിലേക്ക് വിലയിരുത്തപ്പെട്ടിരുന്നു. ഈ സമരക്കാരെ കായികമായിട്ട് നേരിടുന്ന ഡിവൈഎഫ്ഐയെ രക്ഷാപ്രവർത്തകരാക്കി മുഖ്യമന്ത്രി അവതരിപ്പിച്ചതും മുഖ്യമന്ത്രിയുടെ സെക്യൂരിറ്റി അംഗങ്ങൾ തെരുവിലിറങ്ങി തല്ലുന്നതും അതിൽ കോടതിക്ക് നിർദ്ദേശപ്രകാരം കേസെടുത്തിട്ടും തുടർന്നുണ്ടായ നിസ്സഹകരണവും ഈ സർക്കാരിനെതിരെയുള്ള ഈ വികാരമായിട്ട് പിന്നീട് മാറിക്കഴിഞ്ഞു. എന്തായാലും ഇതെല്ലാം നടക്കുമ്പോൾ UDF കൃത്യമായിട്ട് ജനങ്ങളോട് സംവാദിക്കാനുമായി അങ്ങനെയാണ് ജനം UDF കൈകൊടുക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനും BJP പിടിച്ചെടുത്തു. 26 ഗ്രാമപഞ്ചായത്തും 2 നഗരസഭയിലും BJP വേരാഴ്ത്തി നിന്നു. BJPക്ക് വോട്ട് കിട്ടുമ്പോൾ UDF വോട്ടാണ് കുറയുന്നത് എന്ന നിരീക്ഷണം പഴങ്കഥയാകുന്ന കാഴ്ചയാണ് പിന്നീട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രകടമായത്. BJP പെട്ടിയിൽ LDF UDF വോട്ടുകൾ നിസ്സംശയം വീഴുമെന്നും തെരഞ്ഞെടുപ്പ് ഫലം അടിവരയിട്ടിരുന്നു. എന്നാൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലും തിരുവനന്തപുരം കോർപ്പറേഷനും ശേഷം നിയമസഭയിലേക്ക് 25 സീറ്റെങ്കിലും ലക്ഷ്യം വെച്ച് പോരാടാനുള്ള ഊർജമാണ് BJPക്ക് ഫലം നൽകുന്നത്. ഈ LDFും UDFും ഒപ്പം നിൽക്കുന്ന ശക്തിയായിട്ട് മാറുക എന്ന ദൗത്യത്തിലേക്ക് BJP കളം മാറ്റി ചവിട്ടുന്നത് ഈ ഒരു ജനവിധി കൊണ്ട് കൂടിയാണ്. എന്തായാലും ഇനി ഈ ഒരു സർക്കാരിന്റെ നയങ്ങളും വികസന പദ്ധതികളും ജനങ്ങൾക്ക് മുന്നിൽ എത്തിച്ച് അവിടെ പ്രചാരണം നടത്തുകയാണെന്നതാണ് BJPയുടെ ഒരു തന്ത്രം എന്ന് പറയുന്നത്. അതിന് വമ്പൻ പ്രഖ്യാപനങ്ങളും നടത്തിയിട്ടുണ്ട്. എന്നാൽ അത് മാത്രം എത്രമാത്രം അത് പാലിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. എന്തായാലും ഏത് വിധേന പരമാവധി സീറ്റ് ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തിലാണ് BJP തെരഞ്ഞെടുപ്പിനെ നേരിടാനിറങ്ങുന്നത്. എന്തായാലും ക്വാർട്ടർ ഫൈനലിലും സെമി ഫൈനലിലും വിജയിച്ച് ഫൈനൽ കാത്തു നിൽക്കുന്ന ടീമിനെ പോലെയാണ് UDF ഉള്ളത്. ആത്മവിശ്വാസത്തിന്റെ അങ്ങേയറ്റത്താണ് മുന്നണിയിലുള്ളത്. ഈ നേതാക്കളുടെ മുഖത്ത് അത് പ്രകടമാവുകയും ചെയ്യുന്നുണ്ട്. തദ്ദേശ പോരാട്ടത്തിൽ സാധാരണ ഇടതുപക്ഷം നേടാറുള്ള മേൽക്കൈ അല്ലാത്തത് ഭരണമാറ്റത്തിന്റെ സൂചനയായിട്ട് നേതൃത്വം വിലയിരുത്തുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ജയം മാത്രമല്ല, ഒപ്പം ഉപതെരഞ്ഞെടുപ്പുകളിൽ നേടിയ ജയവും UDFന്റെ പ്രതീക്ഷ കൂട്ടുന്നുണ്ട്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ജയം മാത്രമാണ് UDFന് ആശ്വാസമുണ്ടാക്കാനായിരുന്നത്. ഉപതെരഞ്ഞെടുപ്പിലും പ്രദേശത്തിലും പരാജയപ്പെട്ടു. എന്നാൽ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് അതല്ല സ്ഥിതി. ചേലക്കര ഒഴികെ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം വിജയം നേടി UDF വലിയ മുന്നേറ്റം നടത്തി. ചേലക്കരയിലെ തോൽവി പോലും കടുത്ത പ്രഹരമേൽപ്പിക്കുന്നതായിരുന്നില്ല. നിലമ്പൂർ പിടിച്ചെടുത്തതോടെ സിറ്റിംഗ് സീറ്റുകൾ കൈവിടില്ല എന്ന LDFന്റെ വാദം മറികടക്കാൻ UDFന് കഴിഞ്ഞു എന്ന് വേണം പറയാം. അങ്ങനെ വിവാദങ്ങൾക്കും ഭരണവിരുദ്ധ വികാരത്തിനും പുറമെ കണക്കുകളിലും മുന്നിലെത്തിയതാണ് UDFന് നിയമസഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് നയിക്കാൻ കഴിഞ്ഞത്. എന്നാൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതൊന്നും പ്രതിഫലിക്കില്ല എന്ന് കണക്കുകൂട്ടി കച്ചമുറുക്കുകയാണ് ഇടതുമുന്നണി. ത്രികോണ പോരാട്ടത്തിന് സജ്ജമായിട്ട് BJP നിലയുറപ്പിക്കുമ്പോൾ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഒരു പ്രവചനാതീതമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.